ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളായി ഞാനൊരു കുക്കിംഗ് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇതാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നെറ്റോയിൽ നിന്ന് വാങ്ങിയ റോസൻ കോളാണ്. ഇത് നമ്മുടെ ജർമ്മനിയിലെ മിക്ക സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്യാബേജിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ വലിയ ക്യാബേജിനേക്കാളും അരിയാനും എളുപ്പമാണ്. പിന്നെ ഇതിൽ ഒരുപാട് വേസ്റ്റ് ചെയ്യാനുമില്ല. അത് ആകെ ഈ ഒരു ടിപ്പ് പോർഷൻ മാത്രമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്. ബാക്കി നമുക്കിങ്ങനെ ഈസി ആയിട്ട് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഓൾറെഡി നമ്മൾ ഫുള്ള് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. സാധാരണ ഇത്രയും ഉപ്പിക്കാൻ ഇടാറ്, വേണമെങ്കിൽ ഇട്ടു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പച്ചമുളക് നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലിടാൻ. അതുകൊണ്ട് നമ്മളൊരു ശകലം മുളക് പൊടി ഇടാം. ഇനി നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് തേങ്ങാപ്പൊടി. ഇത് ഞാൻ നെറ്റോയിൽ നിന്ന് വാങ്ങിയതാണ്. അത് നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യം ഇടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇടാം. അതുപോലെ തന്നെ നമ്മൾ മുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇട്ടിരിക്കുന്ന എല്ലാം കൂടെ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ നേരിടുക എന്നുള്ളതാണ്. ഇതുപോലെ എല്ലാം കൂടെ നല്ല രീതിക്ക് നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ കുറച്ച് നേരം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇടാം. അത് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ഇത് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോസൻ കോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറും നമ്മുടെ റോസൻ കോൾ തോരനും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് സാലഡ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തലേദിവസത്തെ മീൻകറി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റോസൻ കോൾ തോരനും കുറച്ച് മീൻകറിയുടെ ചാറും കുറച്ച് സാലഡും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി കുഴച്ച് ഇങ്ങനെ കഴിക്കുക. അടിപൊളി. അപ്പൊ എന്റെ ഈ ചെറിയ കുക്കിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ടാറ്റാ.